അഫ്ളലു ഇബാദാത്തിൽ ബദനി അസ്സലാത്തു ആണ്. ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും അഫ്ളലായത് നിസ്കാരാണ്. എന്നാൽ അഫ്ളല ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ ശരിക്കും എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെയല്ല വേണ്ടത്. പിന്നെന്തേ അല്ലാഹു അക്ബർ ആയത്? അവ്വലു മൻ ഖാലഹാ സയ്യിദുനാ ഇബ്രാഹിം. ആദ്യമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞത് ഇബ്രാഹിം, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞത് ഇബ്രാഹിം നബിയാണ്. വാപ്പാനായിട്ടുള്ള ബന്ധമാണത്. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ. വജ്ജഹ്തു വജ്ഹി, ഞാൻ എൻ്റെ ശരീരത്തെ നേരിടിക്കുന്നു, ലില്ലദീ ഒരു അല്ലാഹുവിലേക്ക്, ഫതറസ് സമാവാതി വൽ അർള ആകാശങ്ങളെയും ഭൂമിയെയും അവൻ പടച്ചു, ഹനീഫൻ ഞാൻ സത്യമതത്തിൽ ഉറച്ചവനായ നിലയിൽ, മുസ്ലിമൻ മുസ്ലിമായ നിലയിലും. ശരിക്കും എങ്ങനെയാ പറയേണ്ടതെന്നറിയോ? മുസ്ലിമൻ ഹനീഫൻ എന്നാണ് പറയേണ്ടത്. പക്ഷെ പറഞ്ഞത് ഹനീഫൻ മുസ്ലിമൻ എന്നാണ്. എന്തേ കാരണം? അത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഓമനപ്പേരാണ് ഹനീഫ് എന്നത്. മുസ്ലിമിന് തെറ്റും, ഹനീഫിന് തെറ്റൂല. മനസ്സിലായില്ലല്ലോ പടച്ചോനെ? കുടുങ്ങിയല്ല റബ്ബേ. മുസ്ലിമിന് തെറ്റാം, പക്ഷെ ആർക്ക് തെറ്റൂല? ഹനീഫിന് തെറ്റൂല. ഹനീഫ് ഇബ്രാഹിം നബിന്റെ പേരാണ്, വാപ്പയാണത്. ഇബ്രാഹിം എൻ്റെ വാപ്പയാണെന്ന് സയ്യിദുന ഹബീബുന റസൂലുള്ളാഹി ഇബ്രാഹിം നബി തിരിച്ചും പറഞ്ഞിട്ടുണ്ട്. മിഅ്റാജിന്റെ രാത്രി ആകാശത്ത് വെച്ച് കണ്ടുമുട്ടിയപ്പോൾ മർഹബൻ ബി ഇബ്നി സ്വാലിഹി എന്ന് സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു. സ്വാലിഹായ എൻ്റെ മകന് സ്വാഗതം എന്ന് പറഞ്ഞു. അപ്പൊ ഇബ്രാഹിം നബി ഇങ്ങോട്ട് മകൻ എന്ന് വിളിച്ചിട്ടുണ്ട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് വാപ്പാന്നും വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാ ഇബാദത്തിലും ഇബ്രാഹിം നബിനായിട്ട് ബന്ധം കാണും. എല്ലാ ഇബാദത്തിലും ഉണ്ട്. ചില ഇബാദത്തൊക്കെ മൂപ്പർ തന്നെയാണ്. ഹജ്ജ് ഉദാഹരണം, മുഴുവനായും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെയും കുടുംബത്തിൻ്റെയും താരീഖാണ്. ഹജ്ജ് മൊത്തത്തിൽ സയ്യിദുന ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെയും അവിടുത്തെ കുടുംബത്തിൻ്റെയും ചരിത്രമാകുന്നു. നോമ്പിൽ ഇബ്രാഹിം നബിയോട് ബന്ധമുണ്ട്, സക്കാത്തിന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് ബന്ധമുണ്ട്. ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും സയ്യിദുന ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനോട് ബന്ധമുണ്ട്. അതുകൊണ്ട് ഒന്നാമത്തതും വളരെ പ്രധാനപ്പെട്ടതും ഒരു മനുഷ്യൻ്റെ പ്രാധാന്യത്തിൽ ഒന്നാം നമ്പറുകാരൻ വാപ്പയാണ്. വാപ്പാൻ്റെ ഗുണമാകുന്നു മനുഷ്യനുള്ളത്. സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഇമാമത്ത് നിൽക്കാൻ പറഞ്ഞില്ലേ? മഹാനവർകൾ നിൽക്കാതെ ബാക്കിക്ക് മാറിയില്ലേ? നബി തങ്ങൾ വന്നിട്ട് മുന്നിൽ എന്നുകാണ്ട് നിക്കരിച്ചില്ലേ? നിക്കാരം കഴിഞ്ഞ് തിരിഞ്ഞിരുന്നില്ലേ? ഇരുന്നോ? ഇരുന്നിട്ട് ചോദിച്ചു, എന്ത്? അല്ല പോക്കരെ, ഞാൻ അല്ലാഹുവിൻ്റെ റസൂലല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ് ഷഹിദ്തു, അതേ നബിയെ, നിങ്ങൾ അല്ലാഹുവിൻ്റെ റസൂലാണ്, ഞാനതിന് സാക്ഷിയാണ് എന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചു, ഞാൻ അള്ളാൻ്റെ റസൂലാണെങ്കിൽ എൻ്റെ എല്ലാ കൽപ്പനയെയും നിങ്ങൾ അംഗീകരിക്കേണ്ടതല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, നബിയെ, നിങ്ങളുടെ എല്ലാ കൽപ്പനയും ഞാൻ അംഗീകരിക്കേണ്ടതു തന്നെയാണ്. അപ്പ നബി തങ്ങൾ ചോദിച്ചു, എന്നിട്ട് ഞാൻ നിങ്ങളോട് 3 പ്രാവശ്യം ഇമാം നിൽക്കാൻ പറഞ്ഞിട്ട് നിങ്ങളെന്തേ പിന്നാക്ക നിന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, നിങ്ങളുടെ മുമ്പിൽ ഇമാമത്ത് നിന്ന് നിസ്കരിക്കാൻ പറ്റുന്ന ഒരു മകൻ അബൂ ഖുഹാഫ എന്ന എൻ്റെ വാപ്പാക്ക് ജനിച്ചിട്ടില്ല. വാപ്പാൻ്റെ ഗുണമാണ് മക്കൾക്ക് ഉണ്ടാകുക. അൽ വലതു സിറു അബീഹി, മകൻ അല്ലെങ്കിൽ മകൾ വാപ്പാൻ്റെ രഹസ്യമാകുന്നു എന്നാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ട ഒരാൾ വാപ്പ. നമ്പറുടെ അല്ല ഞാൻ രണ്ടാമത്തത് ഉമ്മ. നമ്പർ പ്രശ്നമല്ല. 1 വാപ്പയും 2 ഉമ്മയും നല്ല കേട്ടോ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഞാൻ പറഞ്ഞപ്പോൾ 1 വാപ്പയാണ്, രണ്ടാമത്തത് ഉമ്മയാണ്, രണ്ടാമത്തത് ഉമ്മ. എന്തേ? നമ്മളൊക്കെ ഇപ്പം നമ്മളെ ഉമ്മാനെ നോക്കുന്നുണ്ട്, ഉമ്മാക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. എന്താ കാരണം? ഇമ്മാൻ്റെ കാലിൻ്റെ ഓട്ടിലാണ് സ്വർഗം. കുടുങ്ങിയിട്ട് നോക്കുകയല്ലേ സംഗതി. അവിടെ ആയിപ്പോയില്ലേ? അത് സ്വർഗം ആണ്, അത് ഉമ്മാൻ്റെ കാലിൻ്റെ ഓട്ടായി പോയില്ലേ? നോക്കല്ലാതെ എന്താ കാട്ടുക?
എന്ന് വിചാരിച്ചാണ് നോക്കണേ. സത്യത്തിൽ അങ്ങനെ പോരാ. ഉമ്മാനെ അങ്ങനെ നോക്കിയാൽ പോരാ, ഉമ്മയെ അങ്ങനെ നോക്കിയാൽ പോരാ. കാരണം ഉമ്മാക്കുള്ള പ്രത്യേകത എന്ന് പറയുന്നത് റഹ്മാണ്, ഗർഭപാത്രം. റഹ്മ എന്നത് റഹ്മാനിയത്തിൽ നിന്നുള്ളതാണ് എന്ന് അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നാമമാണ് റഹ്മാൻ. നാളെ സ്വർഗത്തിൽ വെച്ച് ദാവൂദ് നബി അലൈഹിസ്സലാം പാരായണം ചെയ്യുന്ന സൂറത്താണ് സൂറത്തുർ റഹ്മാൻ. അള്ളാഹിൻ്റെ പേരാണ് റഹ്മാൻ. അള്ളാഹുവിൻ്റെ റഹ്മാൻ എന്ന ഇസ്മിൽ നിന്നാണ് റഹ്മ എന്ന ഗർഭപാത്രം എന്ന ആശയം എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഉമ്മയിലൂടെ അള്ളാഹുവിലേക്ക് വേഗത്താം. അൽ ഉമ്മു ഹിയ അൽ മദ്രസത്തുൽ ഊലാ എന്നാണ്. ഉമ്മയാകുന്നു മനുഷ്യൻ്റെ ഒന്നാമത്തെ മദ്രസ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ഇമ്മി നമ്മളും തമ്മിൽ വലിയ ബന്ധമുണ്ട്. അതുകൊണ്ട് ഉമ്മയിലൂടെയാണ് ഒരാൾക്ക് സ്വർഗത്തിലെത്താൻ പറ്റുക. സ്വർഗത്തേക്ക് എത്തിയാൽ പോരട്ടോ, ശരിക്കും സ്വർഗത്തേക്ക് എത്തുന്നത് എന്തിനാ? അള്ളാഹുവിലേക്ക് എത്താനാണ്. സ്വർഗം അള്ളാഹുവിലേക്കുള്ള വഴിയാണ്, അള്ളാഹു സ്വർഗത്തിലേക്കുള്ള വഴിയല്ല. മനസ്സിലാവുണ്ടോന്ന് അറിയില്ല. പടച്ചോനെ റബ്ബെ, കുടുങ്ങിയോ? നമുക്കെല്ലാവർക്കും സ്വർഗം കിട്ടണ്ടേ? എന്തേ സ്വർഗം കിട്ടിയാൽ എന്താ ഉണ്ടാവുക? മുന്തിരി ഉണ്ടാവും, ഉറുമാമ്പഴം ഉണ്ടാവും, ആപ്പിൾ ഉണ്ടാവും, ഒക്കെ പടി ഉണ്ടാവില്ലേ? അതിലുണ്ട് മുന്തിരി തോട്ട ഉറുമാന, രസമുള്ളതാ കദളിപ്പഴം തിന്നാന, ഒക്കെ പടിയും കിട്ടുമല്ലോ. പിന്നെന്താ സ്വർഗത്തിലുള്ളത്? അതൊന്നല്ല. സ്വർഗത്തിൽ ചെന്നാൽ അള്ളാനെ കിട്ടും, അള്ളാനെ കാണാം. അപ്പോൾ നമുക്ക് സ്വർഗം അള്ളാഹുവിലേക്കുള്ള വഴിയാകണം. എന്താകരുത്? സ്വർഗത്തിലേക്കുള്ള വഴി ആകരുത്. മനുഷ്യന്മാരെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? അള്ളാനോട് കിട്ടണം, പടച്ചോനോട് തൃപ്തിപ്പെടുത്തണം. എന്തിന്? സ്വർഗത്തേക്ക് പോകാൻ എന്നാകരുത്. പിന്നെന്താ ആകേണ്ടത്? സ്വർഗത്തേക്ക് എന്തായാലും പോകണം, എന്നാലേ പടച്ചോനെ കാണാൻ പറ്റുള്ളൂ. അങ്ങോട്ടാവണം. സ്വർഗം അള്ളാഹുവിലേക്കുള്ള വഴിയാകണം, അള്ളാഹു സ്വർഗത്തിലേക്കുള്ള വഴിയായാൽ പോരാ. അപ്പൊ ഉമ്മാന്റെ കാലിൻ്റെ ചോട്ടിലാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഉമ്മ അള്ളാഹുവിലേക്കുള്ള വഴിയാകുന്നു എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ദുനിയാവിലും അങ്ങനെയാണ്, ആഖിറത്തിലും അങ്ങനെയാണ്. പടച്ചോനെ മനസ്സിലാകുന്നുണ്ടോ? നമ്മളെ ഇപ്പം ഇരുന്ന് വർത്താനം പറയുന്നതിൻ്റെ ഇടയിലേ ഒരു ചെറിയ കുട്ടി ഇവിടെ വന്ന് ഒറ്റപ്പെട്ടു എന്ന് വിചാരിക്കാം, വന്ന് കുടുങ്ങി. അങ്ങനെ ഓൻ 4 ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കി നിലവിളിച്ചാൽ ഒരുങ്ങുമ്പോൾ ഓൻ്റെ വാപ്പൻ്റെ അവിടെ ഇരിക്കണു. അപ്പം എന്ത് ചെയ്യും? വേഗം വാപ്പാൻ്റെ അടുത്ത് കണ്ട് ഓടിപ്പോവും, നിലവിളി മാറ്റും. വാപ്പാൻ്റെ അടുത്ത് നിന്നൊരു കുട്ടി നിലവിളിച്ചാണെങ്കിലോ? അപ്പം ഉമ്മ വരണം. ഉമ്മ വന്നിട്ട് കുട്ടിനെടുത്താൽ നിലവിളി നിർത്തും. കാരണം വാപ്പയേക്കാൾ പരിചയം ഉമ്മയോടാകുന്നു എന്നതാണ് കാരണം. ക്ലിയർ ആകണ്ടല്ലോ? ഇമ്മാൻ്റെ അടുത്ത് നിന്ന് ഒരു കുട്ടി നിലവിളിച്ചാണെങ്കിലോ? വാപ്പാൻ്റെ അടുത്ത് നിന്ന് നിലവിളിച്ചപ്പോൾ ഉമ്മ എടുത്തു. ഇമ്മാൻ്റെ അടുത്ത് നിന്ന് ഒരു കുട്ടി നിലവിളിച്ചാണെങ്കിലോ? ഉമ്മയേക്കാൾ പരിചയമുള്ള ആള് വന്നാൽ നിർത്തും. അതാരാ? അതാണ് താരാട്ടുപാട്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഏത് കുട്ടി നിർത്തും? നിർത്തിയില്ലേ? നിർത്തും. മനസ്സറിഞ്ഞ് ചെല്ലണം എന്ന് മാത്രം. 5 മിനിറ്റ് ചെല്ലണം എന്നാണ്. 5 മിനിറ്റ് തുടർച്ചയായി ചെല്ലണം. ഏത് കുട്ടി നിർത്തും. വയറുവേദന ആണേറ്റാണെങ്കിൽ പോലും നിർത്തും. കാരണം ഉമ്മയേക്കാൾ പരിചയമുള്ള ആള് വന്നു എന്നതാണ് കാരണം. ഇഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അമ്മ ചൊല്ലിക്കൊടുത്തിട്ടും കുട്ടി കരച്ചിൽ നിർത്തുന്നില്ല എന്ന് വിചാരിക്കാം. എന്നാലോ ശ്രദ്ധിക്കണ്ടല്ലോ അല്ലേ? വാപ്പ ചൊല്ലിക്കൊടുത്താൽ നിർത്തും. കാരണം എന്തേ? ഉമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് അള്ളാഹുവിനെ പരിചയപ്പെടുന്നതിൻ്റെ മുമ്പ്
വാപ്പാന്റെ മുതുകിൽ വെച്ച് അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് കാരണം. അതുകൊണ്ട് ഉമ്മ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ കരച്ചിൽ നിർത്താത്ത കുട്ടിക്ക് വാപ്പ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുത്താൽ നിർത്തും. ഉറക്കത്തിൽ നിന്ന് പേടിച്ചുണരുന്ന കുട്ടിയെ വാപ്പ ഉറക്കിയാൽ ഉണരൂല എന്നാണ്. ഉറക്കത്തിൽ ഞെട്ടി ഉണർന്ന കരയുന്ന കുട്ടിനെ വാപ്പ ഉറക്കിയാൽ ഉണരൂല. ഒരാഴ്ച തുടർച്ചയായി ഉറക്കിയാൽ മതി, പിന്നെ ആ കുട്ടി ഉറക്കന്ന് പേടിച്ചുണരൂല. അതാണ് വാപ്പിയും കുട്ടിയും തമ്മിലുള്ള ബന്ധം. മറ്റേതാണ് ഉമ്മയും കുട്ടിയും തമ്മിലുള്ള ബന്ധം. ഇതന്നെ സംഗതി. അതുകൊണ്ട് ഉമ്മ എന്ന് പറയുന്നത് അള്ളാഹുവിലേക്കുള്ള വഴിയാണ്. ഉമ്മാന്റെ കാലിൻ്റെ ഓട്ടാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്കുള്ള വഴിയാകുന്നു എന്നർത്ഥം.